ചപ്പാത്തി ഉള്ളതാണ്. ഈ ചപ്പാത്തി നല്ല മയമായിരിക്കും കേട്ടോ. ഞാൻ കുറച്ച് നേരമായി കുഴച്ച് വെച്ചിട്ട്. അപ്പോൾ ഇത് നല്ല മയം ഉണ്ടാവും ചപ്പാത്തിക്ക്. കുഴച്ച് വെക്കുന്ന സമയം നല്ല പോലെ കുഴച്ചിട്ട് ഉരുട്ടി വയ്ക്കും. നല്ല സൂപ്പറായി പരത്തി ഉണ്ടോ. പരത്തി നമുക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം, മുകളിൽ ഇടാം. ഞാൻ എൻ്റെ ഈ ഒരു കൈ കൊണ്ട് തന്നെ ചപ്പാത്തി പരത്തിയെടുക്കും കേട്ടോ. ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് പരത്തുകയും ചെയ്യും. അപ്പം ഇങ്ങനെ പരത്താം. ഓരോ ചപ്പാത്തി ചുട്ടെടുക്കാം.
ഭയങ്കര മഴ, ഒന്നും കേൾക്കുന്നില്ല. ഇത് നല്ല ചപ്പാത്തി. ഇതാ ചപ്പാത്തി, സൂപ്പർ ചപ്പാത്തി കേട്ടോ. ഞാനിച്ചിരി എണ്ണ അങ്ങ് തൂത്താണ്, നല്ല മയത്തിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ ചപ്പാത്തി, ലാസ്റ്റ് ചപ്പാത്തി കേട്ടോ അത് കഴിഞ്ഞു. ഉണ്ടോ ചപ്പാത്തി നോക്കി എത്ര പൊന്തി വരുന്നത്, എത്ര സോഫ്റ്റാണെന്നറിയാവോ. നല്ല രസമാണ് ചപ്പാത്തി. ഇത് നമ്മൾ ചക്കപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചക്കപ്പൊടി ഇട്ടിട്ടുള്ള പരിപാടി കേട്ടോ. ചക്കപ്പൊടി പൊടിച്ച് കൊണ്ടുവന്നതാണേ. പൊടിച്ചതല്ല, ചക്ക ഉണക്കി ഇവിടുത്തെ അമ്മേൻ്റെ മോന് ചക്ക ഉണക്കി കൊണ്ടുവന്നത്. ഇവിടെ എല്ലാവർക്കും ഷുഗറാന്ന് പറഞ്ഞിട്ട് ആ ചക്ക പൊടിയാണ് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ ചപ്പാത്തീൻ്റെ കൂടെ ദോശേൻ്റെ കൂടെയൊക്കെ ചുട്ട് കഴിക്കുന്നത്. ഷുഗറിന് നല്ലതാണെന്നുള്ള ഇതാണ്. നമുക്ക് അങ്ങനെ വയ്ക്കാം, അടച്ച് വയ്ക്കാം. ഈ കറി ഒന്ന് ചൂടാക്കാം ഒന്നും കൂടി. ഇതൊന്നും കൂടി വറ്റാണ്ട്, ചൂടാക്കുകയല്ല വറ്റിക്കാം. ഒന്നും കൂടെ ഫ്രൈ ആയിട്ട് വരണം. എന്താ ചെറിയൊരു ഇതുപോലെയല്ലേ, ഒന്നും കൂടി ഒന്ന് ആയി വരണം. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതാണ്, അങ്ങ് അടുപ്പയിലേക്ക്. അതുകൊണ്ട് ഇതൊന്ന് പെരണ്ട് വരട്ടെ. ഇത് പെരണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കാം. പെരളുന്നവരെ ഇത് മെല്ലെ ഇളക്കി കൊടുക്കണം. അധികം ചാറും വേണ്ട, ചാറ് അധികം ആയാലും കറി ബാക്കിയാവും. അപ്പോൾ പെരട്ടി എടുക്കുകയാണെങ്കിൽ കറി ബാക്കി വരില്ല. അപ്പോൾ ഞാൻ ഒരു വരി വെറുതെ ഒന്ന് പാടട്ടെ. രസമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഒരു രസമല്ലേ, അത് മാത്രമേ ഉള്ളൂ. അനേക സങ്കൽപ്പ ഗായികേ മാനസ മണിവിഭഞ്ജികാവാധിനി നിന്നോട് മൃദുകരാങ്കുല സ്പർശനാലിംഗന മദലഹരിയിലെൻ്റെ കിനാവുകൾ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു വരി ഞാനതൊരു പഠിച്ചതാണ്, വെറുതെ ഇങ്ങനെ ചൊല്ലിയതാണ്. അപ്പം ഞാൻ വെറുതെ അങ്ങനെ പാടിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. ഒരുപാട് തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവും, നമ്മൾ പാട്ടുകാരൊന്നും അല്ലല്ലോ. വെറുതെ ഒരു നമുക്കെല്ലാവർക്കും ഇല്ലേ ഒന്ന് മൂളിപ്പാട്ട് പാടണമെന്ന്. എന്ത് കണ്ടാലും പാട്ടൊക്കെ കണ്ടാൽ ഒന്ന് പാടി നോക്കണം തോന്നാറുണ്ട്. പക്ഷെ നമുക്ക് പാടാനൊന്നും അറിയില്ല, സ്വരമൊന്നും നല്ലതല്ല. പക്ഷെ എന്നാലും ഒരു രസത്തിന് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ വേറെ ഒന്നുമില്ല. ഫ്രൈ അങ്ങനെ ആയിട്ടുമുണ്ട്, ഏകദേശം അടുപ്പ് ഓഫാക്കാനായിട്ടുണ്ട്.
ഇതിലൊരു തക്കാളി, ഒരു ഗ്രാമ്പൂ, ഒരു ഏലക്ക, വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു ഇത്തിരി മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല. അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ.